കണ്ണിന് പ്രിയപ്പെട്ടതാണ് തുളസി എന്നുള്ളത്. മറ്റേ സിനിമ പറയുമ്പോൾ തുളസി അല്ല കേട്ടോ, തുളസി എന്നുള്ളത് ഞാൻ അറിയുന്നത് എപ്പോഴാന്ന് വെച്ചാൽ കൃഷ്ണനെയൊക്കെ വരച്ച് ഒരു വർഷത്തിൻ്റെ ഒക്കെ അടുത്തായി ഉണ്ടാവും. കണ്ണിന് പ്രിയപ്പെട്ടതാണ് തുളസി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, പണ്ട് എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഫുള്ള് തുളസിയായിരുന്നേ. ഫുൾ തുളസി എന്ന് വെച്ചാൽ ഫുള്ള് തുളസിയാണ്. അപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക്, നമ്മുടെ ഈ വീട്ടിലേക്ക് വെച്ച് വീട് മാറിയ താമസ സമയത്തും ഇവിടെ ഫുള്ള് തുളസിയായിരുന്നു. അപ്പോൾ അത് നിങ്ങളോട് പറയാൻ, ഈ തുളസി എല്ലായിടത്തും നട്ട് പിടിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം സത്യമാണെന്നുള്ളത് ഇനി എൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ വരണ്ട. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങളുടെ ആ പറമ്പ് ഞങ്ങൾ കൊത്തിച്ചാറ്റാണ് കേട്ടോ. കൊത്തിക്കാന്ന് വെച്ചാൽ നമ്മൾ പുല്ലൊക്കെ ചെത്തിക്കാളൂല്ലേ, പുല്ല് വരുന്നതിനനുസരിച്ച് ചെത്തിക്കാളില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട്, അവിടെ കാണിച്ചു പറഞ്ഞാൽ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് ഫുള്ള് തുളസിയായിരുന്നേ. അപ്പം അത് മാറിയിട്ട് ഇപ്പം ഇങ്ങോട്ടായിരിക്കും. ഇവിടെ ഫുൾ തുളസിയാണ് ഗൈസ്. ഇത് നമ്മൾ കൊടുത്ത പറമ്പാട്ടോ, നമ്മുടെ പറമ്പിൻ്റെ ബാക്കി തന്നെ ആയിരുന്നു ഒരു കാലത്ത്. ഒന്നായിട്ട് തുളസി എന്ന് വെച്ചാൽ ഫുള്ള് തുളസിയാണ്. എന്നിട്ട് അവിടെ കൊയിലാണ്ടി ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അമ്പലത്തിലെ മാല കെട്ടാൻ വേണ്ടിയിട്ട് കുറേ ചേച്ചിമാർ വന്നിട്ട് ഇവിടുന്ന് പറിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇതൊക്കെ വലിയ ചെത്തിക്കാളും കേട്ടോ, ചെത്തതിനനുസരിച്ച് ഉണ്ടാവും. അതേപോലെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഞങ്ങൾക്കൊരു വീടുണ്ട്. ആ വീട് ഞാൻ കാണിക്കുന്നില്ല. പണ്ടൊരിക്കൽ ഞാൻ റീലെടുത്ത സമയത്ത് അയാൾ വീഡിയോ അല്ല ഒരു വോയിസ് ഒരാളോട് പറഞ്ഞിട്ട്, ഓള് മറ്റേ ഡാൻസ് കളിക്കുന്നതിന് ബാക്കിലെ വശം ഞങ്ങളുടെ വീടാണെന്ന് പറഞ്ഞു. അതേപോലെ അതുകൊണ്ടാട്ടോ കാണിക്കാത്ത. അപ്പുറത്തെ സൈഡൊക്കെ അവർക്ക് ഇങ്ങനെ വെട്ടിക്കാളുന്നതിനനുസരിച്ച് തുളസി ഉണ്ടാവുക. അപ്പോൾ ഇത് പലയിടത്തും പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കേട്ടിട്ട്. പക്ഷേ എനിക്കറിയില്ല ഗൈസ്, എന്ത് ഭംഗിയിലുണ്ടാകുന്നതെന്നറിയോ. ആദ്യമൊക്കെ ഞാൻ എണ്ണ കാച്ചുന്ന സമയത്ത് ഈ തുളസി അല്ല കേട്ടോ, കൃഷ്ണ തുളസി ഉണ്ടല്ലോ, ചുവപ്പ് കളറ്. അതിൽ എത്ര പേര് എന്നെ എയറിൽ കയറ്റുമെന്ന് എനിക്കറിയില്ല. കയറ്റിയാലും എനിക്ക് കുഴപ്പമില്ല, തെളിവ് കാണിച്ചു തരാനില്ല എന്നിട്ടാ. എൻ്റെ കെട്ടിയോനുണ്ടല്ലോ, എൻ്റെ കെട്ടിയോൻ ചെയ്തൊരു പണിയാണ് അത്. കെട്ടിയോൻ പണിഷ്മെൻറ്റ് തരുമോ, കെട്ടിയോൻ്റെ വീട്ടുകാർ പണിഷ്മെൻറ്റ് തരുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട് ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്കായിരുന്നു കേട്ടോ. ശരിക്കും പറയാ വെച്ചാൽ ആ ഒരു ഇടമായിരുന്നു ഞങ്ങളുടെ വീട്ടിലേക്കുള്ളൊരു വഴി എന്ന് പറയുന്നത്. എന്നിട്ട് കോലായിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഇങ്ങനെ നമുക്ക് പൈപ്പിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, എൻ്റെ വീട്ടിലുള്ളതൊക്കെ പ്രായമായ ആൾക്കാരാണ്, 3 പ്രായമായ ആൾക്കാരായിരുന്നു കേട്ടോ ഉള്ള, ഉമ്മയും വാപ്പയും വാപ്പൻ്റെ അനിയനും. അപ്പോൾ ഇവർക്ക് ഒഴിവൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിൻ്റെ അടുത്തേക്ക് ഒരു സിമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സ്ക്വയറായിട്ട് മറ്റേ ഇതുണ്ടല്ലോ, ഇഷ്ടിക കൊണ്ട് ഒരു സ്ക്വയർ വെച്ച് കെട്ടിയിട്ട് കൃഷ്ണ തുളസി ഉണ്ടാക്കിയ ഒരു മനുഷ്യനാട്ടോ എൻ്റെ കെട്ടിയവന്. അന്ന് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഈ തുളസി എവിടെയും അങ്ങനെ നട്ട് പിടിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല. ഈ പറമ്പ് ഒന്നായിട്ട്, ഈ പറമ്പ് എന്ന് വെച്ചാൽ ഇങ്ങേ അറ്റം തൊട്ടിട്ട് അങ്ങേ അറ്റം വരെ ഒറ്റ കെട്ടിയോൻ്റെ വീട്ടുകാർ കഴിഞ്ഞിട്ടോ ഗായ്സ്. മഴ അല്ലേ തന്നെ നീ പുറത്തിറങ്ങിയിട്ട് വിറക്കിന്ന് മഴ കൊണ്ടിട്ട്. എന്നിട്ട് എൻ്റെ ഇവിടെ തറൻ്റെ മുകളിൽ ഒക്കെ ആയിട്ട് ഉണ്ടാവലുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ അമ്പലത്തിലുള്ള ആൾക്കാർ വന്നിട്ട് മാല കെട്ടാൻ ഉപയോഗിക്കുന്നത്. അപ്പം മഴ ഒന്നും ഇങ്ങോട്ട് പെയ്തപ്പോൾ ഇങ്ങോട്ട് അങ്ങെത്താണ് വരെ തുളസിയാണ് ഗൈസ്, അങ്ങെത്താണ് വരെ തുളസിയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഏതെങ്കിലും കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഇതൊക്കെ വെട്ടിക്കൊണ്ട കൊടുത്താലോ എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ കൊണ്ട കൊടുത്തിട്ട് വെറുതെ അശുദ്ധിയായി എന്ന് പറയണ്ടല്ലോ. നമുക്ക് മറ്റുള്ളവർ എന്താണോ നിലയും വിലയും തരുന്നത് ആ വില മനസ്സിലാക്കി നമ്മൾ ഒന്ന് മാറിക്കൊടുക്കണം. പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കണ്ടില്ലായിരുന്നു. അതേപോലെ ഞാൻ അമ്പലത്തിൽ പോകുന്നത് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോയിരുന്നില്ല. ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഇപ്പം അമ്പലത്തിൽ ഹരേ കൃഷ്ണ കേട്ടോ അതുവരെ പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് തുളസിയുടെ ഇവിടെ ഒരു തറ കെട്ടി കിട്ടോ ഫ്ലാറ്റ് പണിയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ചേട്ടൻ വന്ന് ചെത്തിക്കാളും, പക്ഷെ അതേപോലെ റിപ്പീറ്റ് ആയിട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, സ്ഥിരമായിട്ട് ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും. എന്ത് തന്നെയായാലും ഞാൻ മഴ കൊണ്ട് നാളേക്ക് എനിക്ക് ജലദോഷം പിടിച്ച് നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ ആയി ജസ്റ്റ് കിടപ്പിലായി. അതിനെക്കാട്ടും നല്ല ഞാൻ വൈൻഡപ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പം എല്ലാവരോടും കണ്ടില്ലേ മോനെ തുളസി മുട്ടായിട്ട് പുല്ലിൻ്റെ ഇടയിൽ കൂടി മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. അങ്ങ് അറ്റം വരെ അവിടെ തെങ്ങ് വരെ ഉണ്ട് തുളസി, നല്ല തുളസി. പണ്ട്
ഞാൻ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ ഹിന്ദു മതസ്ഥരെ കണ്ട് ചെയ്തതാട്ടോ. മുടി ഇങ്ങനെ കെട്ടുന്ന സമയത്ത് ഒരു തുളസി കതിരെടുത്ത് വെക്കുക, ഈ ചുമ്മാ രസത്തിന്. അപ്പം എല്ലാവരും ഇതാ വിളക്കുണ്ട്. ഇത് നീ പോകുന്നില്ലേ, വാടാ. ഞങ്ങൾ കൊടുത്ത സ്ഥലമാട്ടോ ഇത്, എൻ്റെ ഹസ്ബൻഡ് കൊടുത്ത സ്ഥലമായി. ഇതും അപ്പുറത്തൊക്കെ ഹസ്ബൻഡിൻ്റെ ഏട്ടന്മാർ കൊടുക്കാം. ഇതൊരു ഫുൾ പറമ്പ്. അപ്പം അങ്ങനെയാണ് ഗൈസ്, നല്ല മഴയാണ്. ചേട്ടാ.